കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇന്നൊരു ഫ്രൂട്ട് കസ്റ്റാർഡാണ്. അപ്പം ഹസ്ബൻഡ് കുറച്ച് ഫ്രൂട്ട്സ് വന്നിട്ടുണ്ടായി. കസ്റ്റാർഡ് പൗഡർ വീട്ടിലിരിപ്പുണ്ടായി. ഞാനിവിടെ ഒരു കവർ പാൽ, അതായത് 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു ബൗള് കസ്റ്റാർഡ് പൗഡറും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് വന്നിട്ടുണ്ടായി. കസ്റ്റാർഡ് പൗഡർ വീട്ടിലിരിപ്പുണ്ടായി. അപ്പം പാലിലോട്ട് കസ്റ്റാർഡ് പൗഡർ ഒന്ന് വെള്ളത്തിൽ അല്ലെങ്കിൽ പാലിൽ തന്നെ കലക്കിയാൽ മതി. ഞാൻ വെള്ളത്തിൽ ആണ് കലക്കിയത്. ഇതിലോട്ട് ഒഴിച്ച് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒരു ബൗള് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ അത് കട്ടിയായിട്ട് വരും. ഒരു 2 മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ കട്ടിയായിട്ട് വരും. പിന്നെ ഫ്രൂട്ട്സ് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഉള്ള ഫ്രൂട്ട്സ് വെച്ചാണ് ഞാൻ ചെയ്തത്. ഇതിലോട്ട് പപ്പായയും പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ ആപ്പിള്, പേരക്ക, ഏത്തപ്പഴം, തണ്ണിമത്തൻ, മുന്തിരി ഉള്ളതെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ, ഒരു 10 മിനിറ്റിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ ലാസ്റ്റ് ഗാർണിഷ് കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്താണ് മാതള നാരങ്ങ ഇട്ടാൽ നല്ലതാണ്.